ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ അബിടെക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷൈനിങ് ടെക്സ്റ്റ് എഫക്റ്റ് ആണ്. നേരത്തെ കണ്ടത് നിങ്ങൾ എൻ്റെ ഇൻട്രോ ആണെന്ന് കണ്ട് തെറ്റിദ്ധരിക്കേണ്ട. അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, അത് നിങ്ങൾ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 16:9 റേഷ്യോ സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രൊജക്ട് നെയിം അവിടെ അടിച്ചു കൊടുക്കുക. ഞാൻ അവിടെ ഷൈനിങ് ടെക്സ്റ്റ് എന്നാണ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്തുവേണമെങ്കിലും അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ പ്രൊജക്ട് നെയിം ഇവിടെ ഷൈനിങ് ടെക്സ്റ്റ് എന്ന് അടിച്ചു കൊടുത്തു, എഫക്റ്റ് എന്ന് അടിച്ചു കൊടുത്തപ്പോൾ അവർ പറയുന്നു അങ്ങനത്തെ ആ പേരിലുള്ള വേറൊരു പ്രൊജക്റ്റ് ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ അടിക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ ഞാൻ ഷൈനിങ് ടെക്സ്റ്റ് എന്ന് മാത്രം അടിച്ചു. അതിനുശേഷം നിങ്ങൾ ഇമേജ് അസറ്റ്സിൽ പോയിട്ട് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ലെങ്ത് ഒന്ന് 10 സെക്കൻഡ് വരെ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം ലെയറിൽ പോവുക. അതിനുശേഷം ടെക്സ്റ്റിൽ പോയിട്ട് ഇപ്പോൾ എന്താണ് നിങ്ങൾ അടിക്കുന്നത് അത് അവിടെ അടിക്കുക. ഞാൻ അപ്പോൾ എൻ്റെ പേര് അഭിഷേകം അടിക്കുകയാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടെങ്കിലും അടിക്കാം കേട്ടോ, നിങ്ങൾ ഇഷ്ടമുള്ള അടിക്കാം. എൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഡ്യൂറേഷൻ 10 സെക്കൻഡ് തന്നെ കൊണ്ടുവയ്ക്കുക. അതിൻ്റെ കളറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ഗ്രേ കളറേ കൊടുക്കാവൂ നമ്മൾ ഈ ഷൈൻ ടെക്സ്റ്റ് ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അത് വർക്കാവില്ല. പിന്നെ എനിക്കിഷ്ടമുള്ളൊരു ഫോണ്ട് ഉണ്ട്, സയൻസിത ബോൾഡ് എന്ന് പറഞ്ഞൊരു ഫോണ്ട്. അത് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കിട്ടും. അതിനുശേഷം അതിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഇത്രയും വെച്ചിട്ട് നമ്മൾ ആ അവിടെ ഞാൻ കൊണ്ടുവയ്ക്കുകയാണ് എൻ്റെ പേര് തുടങ്ങുന്നതിൻ്റെ ഇവിടെ. എന്നിട്ട് ആ ആനിമേഷൻ കീഴിൽ ഞെക്കിയിട്ട് ഓരോ ആ സർക്കിൾ പ്ലസ് ഐക്കണിൽ ഞെക്കി അങ്ങനെ ഇത് മാറ്റി കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ അത് ഫുള്ള് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ സൈസ് ഞാൻ പ്ലസ് ബട്ടൺ ഞെക്കിയിട്ട് ഒന്നുകൂടെ നല്ലോണം കുറയ്ക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ നല്ലോണം കുറച്ചിട്ടുണ്ട്. അപ്പം നമ്മളാണെങ്കിൽ പകുതി വരെ വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ചരിച്ചില്ലേ, അപ്പോൾ ഒരു അടിപൊളി ക്ലോക്ക് വൈസ് നമുക്ക് കിട്ടും. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഒരു ക്ലോക്ക് വൈസ് കിട്ടും നമുക്ക്, കണ്ടിട്ടില്ലേ, ക്ലോക്ക് വൈസ് കിട്ടും. അതിനുവേണ്ടിയാണ് അങ്ങനെ ഞാൻ ചെയ്തത്. അതിനുശേഷം ഫുള്ള് ബാക്ക് വന്നിട്ട് ലെയറിൽ പോവുക. അതിനുശേഷം ഇമേജ് അസറ്റ്സിൽ പോയിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഡ്യൂറേഷൻ 10 സെക്കൻഡ് അതിൻ്റെ തന്നെ വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അത് ചരിച്ച് വയ്ക്കുകയാണ്, അത് ചരിഞ്ഞിരിക്കുന്നുണ്ട്. ക്രോപ്പിങ്ങിൽ പോയിട്ട് അതിൻ്റെ ഇങ്ങനെ തിന്നാക്കി കൊടുക്കുക. എന്നിട്ട് മാസ്ക് ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അതിനുശേഷം ആ ഫെദർ ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ അതങ്ങനൊരു കിട്ടും. അതിനുശേഷം അതിൻ്റെ കറക്റ്റ് സൈസ് വയ്ക്കുക. ആ ആനിമേഷൻ കീഴിൽ പോയിട്ട് പ്ലസ് ആ 0 സർക്കിൾ പ്ലസ് ബട്ടൺ നീക്കിയിട്ട് പിന്നെ പതുക്കെ അത് നീക്കി കൊണ്ടുപോവുക. നീക്കി ഫുള്ള് വരെ കൊണ്ടുപോവുക. ഓക്കെ ഫ്രണ്ട്സ്, അതിനുശേഷം അതിലൊന്നും കൂടെ ഞെക്കുക. ആ കത്രികയുടെ ഓപ്ഷനിൽ പോവുക. അതിനുശേഷം റൈറ്റ് പ്ലേ ഹെഡ് കൊടുക്കുക. നമുക്ക് അത്രയും ഭാഗത്ത് മതിയല്ലോ. അതിനുശേഷം ആ വൈറ്റിൽ ഒന്നും കൂടെ ഞെക്കിയിട്ട് ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. അതിനുശേഷം അതിൽ ഓവർലേ എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ നിൽക്കുക. അപ്പോൾ ഇട്ട് നോക്കുമ്പോൾ നമ്മുടെ ഷൈനിങ് ടെക്സ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അതിനുശേഷം നിങ്ങളാണെങ്കിൽ ലെയറിൽ പോവുക. ഇമേജ് അസറ്റ്സിൽ പോയിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്നുകൂടി സെലക്ട് ചെയ്തതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇത് ചെയ്യുക. നല്ല തിന്നായി കൊടുക്കണം. നമ്മൾ അങ്ങനെ ക്രോപ്പ് ചെയ്തിട്ട് ഫെദർ ഓണാക്കുക. മാസ്ക് പോയിട്ട് ഫെദർ ഓണാക്കുക. അതിനുശേഷം അങ്ങനെ ബാക്ക് കൊണ്ടുവച്ചിട്ട് ആനിമേഷൻ കീ പോയിട്ട് നിങ്ങളെ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ നീക്കി കൊണ്ടുപോയാൽ മതി. അതിനുശേഷം വീണ്ടും ബ്ലെൻഡിങ്ങിൽ വന്നതിന് ശേഷം ഓവർലേയിൽ കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് റെഡി ആയിട്ട് തന്നെ ഇനി നമുക്കൊന്ന് കണ്ടുവെക്കാം. അപ്പോൾ എൻ്റെ ഇൻട്രോ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ ഇൻട്രോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇൻട്രോ ആയിട്ട് ഔട്ട്രോ ആയിട്ട് എല്ലാത്തിനും ഉപയോഗിക്കാം. നല്ല ഇത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അനിയൻ്റെയും അനിയത്തിയുമായ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും, ലൈക്കൊക്കെ ചെയ്യണേ.